കിറ്റക്സ് എം ഡി സാബു ജേക്കബിനെ തേടി ആന്ധ്രാപ്രദേശ് മന്ത്രി എത്തിയത് വഴിവെക്കുന്നത് സാമ്പത്തിക ആരോപണം ഉൾപ്പെടെ രാഷ്ട്രീയ തർക്കങ്ങൾക്ക്. കേരളത്തിന്റെ വ്യവസായിക അന്തരീക്ഷത്തെ വിമർശിച്ച സാബുവിനെ മന്ത്രി പി രാജീവ് പരിഹസിച്ചിരുന്നു. രാജീവ് കച്ചവടക്കാരനാണെന്ന തിരിച്ചടിയാണ് സാബുവിൽ നിന്ന് ഉണ്ടായത്. രാജീവിന്റെ മക്കൾ വലിയ ഫീസിന് വിദേശത്ത് പഠിക്കുന്നതിന്റെ സാമ്പത്തിക സാഹചര്യം കൂടി ചോദ്യം ചെയ്യുകയാണ് സാബു. 2020 രൂപീകരണത്തിനു ശേഷം MLA PV ശ്രീനിജനുമായി ഉടലെടുത്ത തർക്കവും സാബു മറ്റൊരു തലത്തിലേക്ക് മാറ്റുകയാണ്. സമാധാനം കിട്ടണമെങ്കിൽ അവനവും കൂടി വിചാരിക്കണം, എങ്കിലേ സമാധാനം കിട്ടുള്ളൂ. അല്ലാതെ അവനോ ഇപ്പോൾ ജയിക്കപ്പെട്ട നല്ല സമാധാനമുള്ള മനുഷ്യനായിരുന്നില്ലേ, എത്രയോ നല്ല സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. നല്ല സമാധാനത്തോടു കൂടിയല്ലേ അദ്ദേഹം യാത്ര ചെയ്ത്, എന്ത് വലിയ യാത്രയപ്പം നൽകിയത്. അപ്പോൾ അവനും കൂടി വിചാരിക്കണം സമാധാനം കിട്ടണമെങ്കിൽ. ഇതായിരുന്നു തുടക്കം. മന്ത്രി പി രാജീവ് നടത്തിയ പ്രതികരണത്തിന് രൂക്ഷ മറുപടിയുമായി കിറ്റക്സ് MD സാബു ജേക്കബ് രംഗത്തെത്തുമ്പോൾ അത് സാമ്പത്തിക ആരോപണത്തിലേക്ക് കൂടി കടക്കുന്നു. നമ്മുടെ വ്യവസായ മന്ത്രി എന്ന് പറയുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസം, ആധുനിക മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞ ആളാ. എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ പാവപ്പെട്ടവനും സാധാരണക്കാരനും വിദ്യാഭ്യാസം കൊടുക്കരുത്. എന്നിട്ടോ പുള്ളിയുടെ മക്കളെ 3-4 ലക്ഷം രൂപ കൊടുത്ത് കേരളത്തിൽ പഠിപ്പിച്ചു. അത് പോരാഞ്ഞിട്ട് ഇപ്പൊ വിദേശത്ത് കോടികൾ മുടക്കി അയച്ചിരിക്കുകയാണത്. എന്നിട്ട് ഈ പാവപ്പെട്ടവനോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത്, അത് മുതലാളിത്തമാണ്. പിന്നെ എങ്ങനെയാ നാട് നന്നാവണേ? നേരത്തെ ബാംഗ്ലൂരിൽ കുടിവെള്ളക്ഷാമമുണ്ടായപ്പോൾ അവിടുത്തെ വ്യവസായ സംരംഭകരെ പി രാജീവ് അതിന്റെ പേരിൽ കേരളത്തിലേക്ക് ക്ഷണിച്ചുവെന്ന വിവാദമുയർന്നിരുന്നു. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് സർക്കാർ അവരുടെ നാട്ടിലേക്ക് കിറ്റക്സിനെ ക്ഷണിക്കുമ്പോൾ സാബു പറയുന്നതാകട്ടെ കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷം തീരെ മോശമെന്നും. ഇതുപോലെയുള്ള ജനങ്ങളെ പറഞ്ഞ് വിഡ്ഢികളാക്കി വഞ്ചിച്ച് അവരെ കൊണ്ട് ജീവിക്കുന്ന ഒരു വർഗമാണത്. ഈ കേരളം നന്നാവാൻ ഒരിക്കലും ഇവർ അനുവദിക്കില്ല. ഈ കേരളത്തിന്റെ ശാപമാണത്. ഇവിടെ ഒരു വ്യവസായവും വരില്ല. കിറ്റക്സ് വളർന്നത് ഈ നാട്ടിലാണെന്നും ഇപ്പോഴും ഇവിടെയല്ലേ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി ചോദിക്കുന്നു. വളരെ ചെറിയ നിലയിലും തുടങ്ങി ഇന്ന് വളർന്നു വലുതാകുന്നു എന്നതിന് ഞങ്ങൾക്ക് സന്തോഷം തന്നെ. ഇതുവരെ ഇവരാരും ഓടിച്ചിട്ടില്ലെന്ന് വ്യക്തമായില്ല. ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡോ പോലും തടസ്സം 4 വർഷം ഉണ്ടായിട്ടില്ലല്ലോ. പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. MLA ശ്രീനിജന്റെ 2 മക്കൾക്കും കൂടി വർഷം 10 ലക്ഷം രൂപയാണ് സ്കൂൾ ഫീസ്. എന്നിട്ടാണ് ആദർശം പറയുന്നതെന്നും സാബു ആരോപിക്കുന്നു. തൊഴിലാളി വർഗ പാർട്ടിയാണ്, ഇടതുപക്ഷത്തിന്റെ MLA ആണ് ശ്രീനിജൻ. അദ്ദേഹത്തിന്റെ 2 മക്കള് എറണാകുളത്ത് ചോയ്സ് സ്കൂളിൽ IB-യിലാണ് പഠിക്കുന്നത്. ഒരു വർഷം 5 ലക്ഷം രൂപയാണ് ഫീസ്. അപ്പൊ 2 പേർ കൂടി 10 ലക്ഷം രൂപ ഫീസ്. അന്വേഷിച്ചോളൂ ശരിയാണോ എന്നുള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആന്ധ്രാമന്ത്രിയുടെ ക്ഷണത്തെ വടിയാക്കി സംസ്ഥാന സർക്കാരിനെ അടിക്കുക തന്നെയാണ് 2020 സ്ഥാപകനായ സാബുവിന്റെ ലക്ഷ്യമെന്ന് വ്യക്തം. VV വിനോദ്, ന്യൂസ് 18.